ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നേ. ഇതിപ്പോൾ നമ്മൾ കോട്ടയം കഴിഞ്ഞ് കുമരമൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും ഞാൻ എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കൃപാസനത്തിലെത്തി. ഇടയ്ക്ക് നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഒന്നാമത് ഭയങ്കര മഴ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് തന്നെ ഡ്രൈവ് ചെയ്ത് കൃപാസനത്തിൽ വരുന്നത്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വഴിയൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞത് ആ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. അപ്പോൾ അപ്പുക്കുട്ടനെ ഞാൻ പെട്ടെന്ന് ചായയൊക്കെ കുടിപ്പിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയിരുന്നു. ആ കുർബാന എനിക്ക് കൂടണമെന്നുണ്ടായിരുന്നു. കുർബാന കാണാൻ പറ്റിയില്ല, വന്ന് ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ കൃപാസനമ്മയുടെ അടുത്ത് ഞാൻ മുല്ലപ്പൂമാലയൊക്കെ മേടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ഉടമ്പടി പുതുക്കണമായിരുന്നു. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് വന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നേ. ഞാൻ വിചാരിച്ച് സൺഡേയിലാണ് വരുന്നതെങ്കിൽ ആൾക്കാരൊക്കെ കുറവായിരിക്കും എന്നൊക്കെയുള്ള ധാരണയിലാണ് വന്നതെങ്കിലും അവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ടോക്കൺ മേടിച്ചിട്ട് നേരെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് മാതാവിൻ്റെ അടുത്ത് മണ്ണ് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നേരെ പോന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ്. വരാനായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഉടമ്പടിയൊക്കെ അതുപോലെ തന്നെ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാതാവ് അനുഗ്രഹിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ശരിക്കും അനുഭവങ്ങളുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നല്ല ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വന്നെങ്കിലും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 2:30-3 മണിയായിരുന്നു കേട്ടോ. ഉടമ്പടി എടുക്കാനിരിക്കുന്ന സമയത്ത് നല്ല മഴയും കാറ്റും ഒക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഈശ്വര അവിടുന്ന് ചിലപ്പോൾ എൻ്റെ കാറൊക്കെ പറന്നു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലത്തെ കാറ്റായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ പുതുക്കിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പുക്കുട്ടനും മമ്മിയും വിശന്നൊരു പരിവായിട്ടുണ്ട്. അപ്പുക്കുട്ടൻ ആകെ ടയേർഡായി. അപ്പുക്കുട്ടന് ഉറക്കമൊന്നും ശരിയായില്ലല്ലോ. പിന്നെ ഞങ്ങളിതാ നേരെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നൊരു ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയിട്ട് നേരെ ചോറ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഞാനും മമ്മിയും രാവിലെ അങ്ങനെ അധികം ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചായ മാത്രം കുടിച്ചിരുന്നത്. പിന്നെ ഞാൻ നോമ്പിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയം ആയതുകൊണ്ട് തന്നെ വെജ് താലിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. പായസമൊക്കെ കൂട്ടി എല്ലാ അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നോമ്പിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ്. എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു. ശരിക്കും ഞാനൊരു ബിസി ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നത്. അന്ന് ഇടണം എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിലെടുത്താണ് കേട്ടോ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരാഴ്ചയും കൂടെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കാരണം വീണ്ടും എനിക്ക് ഹോസ്പിറ്റൽ കേസുകെട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അപ്പുക്കുട്ടന് വേണ്ട കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. കുറേ ബേക്കറി സാധനങ്ങളും. അപ്പുക്കുട്ടൻ ഇങ്ങനെ അതൊക്കെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ അപ്പുക്കുട്ടൻ അതൊക്കെ ഇങ്ങനെ എന്താണ് മേടിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ആലോചനയിലാണെന്ന് തോന്നുന്നു. പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുവാണ്. അപ്പോൾ മമ്മി പിടിച്ചിറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ കേൾക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഇവൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ട് പോകാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഇപ്പോൾ സമയം ഒരു 4 മണി ആവാറായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങ് പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അപ്പുക്കുട്ടനെ ടോയ് കണ്ടപ്പോഴത്തേക്കും അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായി. അങ്ങനെ കടയിൽ കയറിയിട്ട് അപ്പുക്കുട്ടന് ഒരു ടോയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എവിടെ പോയാലും നമ്മുടെ അപ്പുക്കുട്ടന് ഒരു ചെറിയ ടോയെങ്കിലും കയ്യിൽ അവൻ മേടിക്കാതെ തിരിച്ചു വരാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ നമുക്ക് അവിടെ ഒന്ന് കുറച്ച് നേരം ഇറങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും മമ്മി അപ്പക്കുട്ടനും കൂടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ കാണാൻ ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. അപ്പുക്കുട്ടനെ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഭയങ്കര പേടിയാണ്. കാരണം മമ്മി അപ്പുക്കുട്ടനെയും കൂടെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുവേ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കയറാഞ്ഞത്. ഹൗസ് ബോട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ പോകുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഈ സ്പീഡ് ബോട്ട് ആകുമ്പോഴത്തേക്കും എനിക്കും കുറച്ച് പേടിയുള്ള കാര്യമാണ്. സ്പീഡ് ബോട്ട് കാണാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ കയറാൻ പേടിയാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു.
ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ തണ്ണീർമുക്കം ബണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ധനം. കണ്ട് നമുക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ശരിക്കും പോരാൻ തോന്നത്തില്ല. പപ്പാച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടെയൊക്കെ അവിടെ നിന്നിട്ട് താമസിച്ച് പോന്നാലും പിന്നെ കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ രാത്രി ആയാലും പ്രശ്നമില്ലല്ലോ. പക്ഷേ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഈ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടൗണിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ്, പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നേരം നിൽക്കാതെ പോരുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കുറേ ഹൗസ് ബോട്ടുകൾ അതിൽ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അപ്പുക്കുട്ടൻ ഇങ്ങനെ അമ്മ അതിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളൊരു 3/4 മണിക്കൂർ അത്രേ കഷ്ടി നിന്നുള്ളൂ. അപ്പോഴത്തേക്കും തിരിച്ചു പോരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോരുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുക്കുട്ടന് എന്ത് ചെയ്ത് തിരിച്ചു പോരത്തില്ല. അപ്പുക്കുട്ടൻ അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പുക്കുട്ടൻ അമ്മ ഇച്ചിരി കഴിഞ്ഞ് പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ മഴ വരാൻ പോകുന്നു എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ ഒത്തിരി രാത്രി കഴിഞ്ഞാൽ ശരിക്കും കോട്ടയൊക്കെ നല്ല ബ്ലോക്കാവും. അതുകൊണ്ട് എനിക്കും ആകെ ടെൻഷനായി. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് പോകാം അപ്പുക്കുട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോന്നപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു ഐസ്ക്രീം കാർഡിനെ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടന് ഐസ്ക്രീം വേണം. അപ്പോൾ അപ്പുക്കുട്ടന് ചെറിയൊരു കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാനതുകൊണ്ട് പിന്നെ ഒരു തരത്തിൽ വിഷയങ്ങളൊക്കെ മാറ്റി അവിടുന്ന് നേരെ അപ്പുക്കുട്ടനെ കാറിൽ കയറ്റി പോന്നു കേട്ടോ. ഞങ്ങളിതാ തിരിച്ച് ഞങ്ങൾ കുമരകം എടുക്കാറായി. ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഈ ആമ്പലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഞാനും അപ്പുക്കുട്ടനും കൂടെ, മമ്മി ഇറങ്ങിയില്ല, അങ്ങനെ ഞാനും അപ്പുക്കുട്ടനും കൂടെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മുടെ അപ്പുക്കുട്ടൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു പോന്നു. കോട്ടയത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്പീഡിൽ വന്ന് കാഞ്ഞിരപ്പള്ളി വന്ന് നമ്മുടെ അക്കരപ്പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 7:30 ആയപ്പോൾ അക്കരപ്പള്ളിയിലെത്തി. അവിടെ കുർബാനയൊക്കെ കൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 9 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.